ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള 5 ടിപ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന, എന്നാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഭാഗത്തെ എല്ലാ ഹെൽത്തിനെയും ഒരുപോലെ തന്നെ നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ചിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ടിപ്സാണ് ഈ ഒരു 5 ടിപ്പിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു പ്രഗ്നൻ്റ് ആകണമെങ്കിൽ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് ആദ്യം വേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള വളർച്ചയിൽ ഒരു 80 to 22 mm നമ്മുടെ എഗ്ഗ് വളർന്ന് അത് നാച്ചുറലായിട്ട് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അവിടെ കൂടുതലായിട്ടും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലതുപോലെ കഴിക്കുക. ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളത്. നിങ്ങളിത് കേട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിക്കണം, നിങ്ങളിത് കഴിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ ബോറടി വരുന്നതെന്ന്. കാരണം കഴിക്കാതെ ഇത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നമ്മൾ അവോക്കാഡോ കഴിക്കുക, കിവി കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, ബീട്രൂട്ട് കഴിക്കുക, ഇതെല്ലാം നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ തരും. പിന്നെ ക്ലോസ് വാട്ടർ കുടിക്കുക, നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുക. നമ്മൾ രാവിലെ മോർണിംഗിൽ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഗ്രാമ്പൂ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത കൂട്ടും. ക്വാളിറ്റി ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അത് സഹായിക്കും. കൃത്യമായിട്ടുള്ള രീതിക്ക് സെർവിക്കൽ മ്യൂക്കസ് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. അതെ, രണ്ടാമതൊരു പാർട്ട് എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ സെർവിക്കൽ മ്യൂക്കസിലൂടെയാണ് നമ്മുടെ അടുത്തൊരു സ്റ്റേജ് അവിടെ വരുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിൽ തട്ടി വേണം നമ്മുടെ ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജിൽ തട്ടി വേണം നമ്മുടെ ശരീരത്തിലോട്ടെത്തുന്ന പുരുഷൻ്റെ സ്പേം ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനും നമ്മുടെ വജൈനയ്ക്കുമാണ്. നിങ്ങളുടെ വജൈനയിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അബ്നോർമലായിട്ട് എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടോ, ഇച്ചിങ് ഉണ്ടോ, അതായത് ചൊറിച്ചിലുണ്ടോ, പുകച്ചിലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്നും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലില്ലെങ്കിൽ നിങ്ങളുടെ വജൈന ഓക്കെയാണ്. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ വജൈനയിൽ നിന്ന് വരുന്ന ഡിസ്ചാർജാണ്. ഓവുലേഷൻ സമയത്ത് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും വഴുവഴുപ്പുള്ളതുമായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷൻ്റെ സ്പേമിനെ കൃത്യമായിട്ട് ട്രാവൽ ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിലെത്തി എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനും അതുവഴി ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ സമയത്ത് ഓവുലേഷൻ ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോസ് വാട്ടർ കുടിക്കുന്നതും നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനെ ഒന്ന് ക്വാളിറ്റി ഉള്ളതാക്കി എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നതും നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ കാര്യമാണ്. കാരണം ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എഗ്ഗും സ്പേമും നമ്മൾ ജോയിൻ ആകുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസിലൂടെ തടഞ്ഞ് നമ്മുടെ പോകുന്ന സ്പേം സെൽസ് കറക്റ്റായിട്ട് എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലാണ്. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാറുകളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടെങ്കിൽ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. ഒരു മാസത്തിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, അടുത്ത മാസം ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെ 2 ട്യൂബ് മാറിയാണ് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു പ്രോസസ്സിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നത് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുക. ഫെർട്ടിലിറ്റി മസാജ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ബെഡിൽ കിടന്നിട്ട് ഒരു ആവണക്കെണ്ണ ഒഴിച്ച് ആവണക്കെണ്ണ നമ്മളൊരു ഒരു തുണിയിൽ മുക്കി വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് അതങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളൊരു ഹീറ്റ് ബാഗ് വെച്ചിട്ട് ചൂട് പിടിച്ചിട്ടാണ് ഈ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുന്നത്. ഫെർട്ടിലിറ്റി മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് വേൾഡ് ഫെർട്ടിലിറ്റി മസാജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതലായിട്ടൊന്ന് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ എഗ്ഗിനും സ്പേമിനും പരസ്പരം കൂട്ടിമുട്ടാൻ കഴിയാത്ത രീതിക്ക് അതൊരു ബ്ലോക്കായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാതെയും ഇരിക്കും. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. ഇപ്പോൾ ഫെമറൽ മസാജ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഫെമറൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇൻക്രീസ് ആകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ ഫെമറൽ മസാജ് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കൺസീവ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ടീച്ചേഴ്സ് വേൾഡ് ഫെമറൽ മസാജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ബട്ടർഫ്ലൈ പോസ്, ലെഗ് അപ്പ് ദ വാൾ പൊസിഷൻ, കോബ്ര പോസ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വർദ്ധിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെടുന്നതായിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫലോപ്പിയൻ ട്യൂബിനെ കൂടുതലൊന്ന് ആക്റ്റീവ് ആക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളും വർക്കൗട്ടുകളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടും. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുമ്പോൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും നോർമലി പോകുന്നതിനേക്കാളും ഇരട്ടിയായിട്ടുള്ള രീതിക്ക് ഒരു പമ്പിങ് അവിടെ നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഫെർട്ടിലൈസേഷൻ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് നടക്കുന്നതിനും അത് സഹായിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറയാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിനെ ആക്റ്റീവ് ആക്കി വെക്കുന്നതിന് നമുക്ക് സഹായിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എൻഡോമെട്രിയം ലൈനിങ്ങിനെ പറ്റിയിട്ടാണ്. ഇവിടെ നമ്മൾ ഓരോ പ്രോസസ്സായിട്ടാണ് പറഞ്ഞത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഉള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആവുക, രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് ആക്റ്റീവ് ആവുക, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് അവിടെ ഫലോപ്പിയൻ ട്യൂബ് പ്രവർത്തനക്ഷമമാവുക, നാലാമത്തേതാണ് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ്. എൻഡോമെട്രിയം ലൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിനകത്തുള്ള ഇന്നർ ലെയർ ആണ്. ഈ യൂട്രസിനകത്തുള്ള ഈ ഇന്നർ ലെയർ നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് ആ ഒരു സമയത്ത് അതിങ്ങനെ ഷെഡായി നമുക്ക് പോവുകയും അതിനുശേഷം പിന്നീട് ഇത് ഡെവലപ്പ് ആവുകയും ഒരു 8 to 11 mm തിക്നെസ്സിൽ ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഫലോപ്പിയൻ ട്യൂബിലൂടെ പ്രവർത്തനക്ഷമമായി വരുന്ന ഫലോപ്പിയൻ ട്യൂബിലൂടെ കടന്നു വരുന്ന എഗ്ഗ്, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകണം. ഈ യൂട്രസിൻ്റെ ലൈനിങ് അവിടെ കൃത്യമായിട്ടല്ല വളരുന്നതെങ്കിൽ അതുമൂലം നമ്മുടെ ഇംപ്ലാന്റേഷൻ അവിടെ ഫെയിൽ ആകും. കാരണം ഈ ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു എംബ്രിയോയ്ക്ക് അവിടെ അറ്റാച്ച് ആകാൻ പറ്റാതെ വരികയും അതുമൂലം നമ്മുടെ ഇംപ്ലാന്റേഷൻ അവിടെ ഫെയിൽ ആകാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ അവിടെ ഫെയിൽ ആകാതിരിക്കണമെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനും കൃത്യമായിട്ടുള്ളൊരു തിക്നെസ് ഉണ്ടാകണം. സാധാരണയായിട്ട് നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഓരോ തവണ നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴും എൻഡോമെട്രിയൽ ലൈനിങ്ങിന് എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്ന് നമുക്ക് ആ ഫോളിക്കുലർ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 8 to 11 mm തിക്നെസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഓരോ സ്റ്റേജിലും എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം വേണം എന്നതിനെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ദി ചൂസ് വേൾഡ് എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സീഡ് സൈക്ലിംഗ് ഒക്കെ കേട്ടോ. സീഡ് സൈക്ലിങ്ങിൻ്റെ ഓരോ ഫേസിലും നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഫ്ലാക്സ് സീഡും അതുപോലെ പംകിൻ സീഡ് വെച്ചിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ട് വളരുന്നതിന് നമ്മളെ സഹായിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മൾ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ അതെല്ലാം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഓറഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, വാട്ടർമെലൺ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പിസ്ത, കാഷ്യൂനട്ട്, വാൾനട്ട്, ബദാം ഇതെല്ലാം നല്ലതാണ്. ഇതൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്നതാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുക. ഫെർട്ടിലിറ്റി എക്സസൈസുകളെല്ലാം നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലൂടെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മൾ ഭക്ഷണങ്ങളെല്ലാം ധാരാളം കഴിക്കുന്നുണ്ട്, പക്ഷേ എക്സസൈസുകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നോർമലായിട്ടേ പോവുകയുള്ളൂ. പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എക്സസൈസുകളും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ 100-ൽ നിന്ന് 200% ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ഓരോ സമയത്തും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഓരോ ഫാക്ടേഴ്സും നമ്മളെ സഹായിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ റിസൾട്ട് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട വിധത്തിൽ കൊടുത്തിട്ട് ആ ഒരു കാര്യത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മറന്നു കളയുക.